السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام الكلة. ഏറ്റവും സ്നേഹവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം, നാം പലപ്പോഴും ഇപ്പോൾ ബർക്കത്തെടുക്കുന്ന കാര്യങ്ങളുണ്ട്. ഒരുപാട് മഹാന്മാരുടെ അടുക്കിലേക്ക് പോകുന്നവരുമുണ്ട്, സിയാറത്ത് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ അതിൻ്റെ സമയമാണല്ലോ. എല്ലാ വർഷത്തിലും ഈ മാസത്തുമ്പോൾ ഒരുപാട് മഹാന്മാരുമായി അവിടെ ഉറൂസുകൾ നടക്കുന്ന സമയവും അതുപോലെ സിയാറത്തുകൾ നടക്കുന്നതൊക്കെ ഈ സമയത്താണല്ലോ കൂടുതലും. അപ്പോൾ അങ്ങനെ നടക്കുന്നത് തബറുക്കും അതുപോലെ അവർക്ക് പണം കൊടുക്കലും അവിടെ പൈസ ഇടുന്ന വിഷയങ്ങളും, നമ്മളൊക്കെ പോയിട്ട് കാശിടല്ലോ. പണ്ടായിരത്തേക്കും മഹാന്മാരുടെ മക്കബറിൽ പോയിട്ട് പൈസ ഒക്കെ ഇടലുണ്ട്. അത് ഇടുന്നതിൻ്റെ മഹത്വം എന്ത്? അത് സഹാബത്ത് ചെയ്തിട്ടുണ്ടോ? പൂർവിക മഹാന്മാർ ചെയ്തിട്ടുണ്ടോ? അല്ലെ ഇപ്പോൾ നമ്മൾ പുതുതായി ഉണ്ടാക്കിയതാണോ? നമ്മൾ സമസ്ത മാത്രം ഉണ്ടാക്കിയതാണോ? ഇത് സമസ്ത ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയതാണോ? നമുക്കത് അറിയണം. മഹാന്മാരിൽ നൽകുന്ന പണ്ഡിതന്മാർ, അവിടെ കിടക്കുന്ന മഹാന്മാർക്ക് നൽകുന്ന അവിടുത്തെ കാശും പണവും അതുപോലെ ബർക്കത്തിന് വേണ്ടി സൂക്ഷിക്കുന്ന സമ്പ്രദായം ഇന്നിന്നലൊന്നും ഉണ്ടായത് അല്ല. അത് സഹാബത്തിൻ്റെ മാതൃകയാണ്, അവിടെ താബിയാണ്. സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അങ്ങനെ സംവിധാനം ഉണ്ട്. കാരണം മഹാന്മാരുടെ പോയി ഇവിടെ നിന്ന് പണവും മറ്റുള്ള ബർക്കത്തിന് വേണ്ടി എടുത്തു വെക്കുക എന്നുള്ളത് ഉണ്ട്. അതേക്കാലത്തുമുണ്ട്, സഹാബത്തിൻ്റെ കാലത്ത് അതുണ്ട്. അപ്പോൾ പൂർവിക മഹാന്മാരിൽ നിന്ന് താബിയായി വരുന്ന കാര്യമാണ്. നാം ഇപ്പോൾ പോയി തബറുക്കുന്ന സാധനം എടുത്താൽ അത് കൊണ്ടുവരാറുണ്ട്, സൂക്ഷിക്കാറുണ്ട്, കഴിക്കാറുണ്ട്, നാം അങ്ങോട്ട് കൊടുക്കാറുമുണ്ട്. അതെല്ലാം സാരിയായ കാര്യങ്ങൾക്ക് വേണ്ടി, നല്ലതിനു വേണ്ടി ചെയ്യുന്നുണ്ട്. വിരോധമൊന്നുമില്ല. കാരണം തെറ്റിദ്ധാരണകൾ വരുന്ന സമയമാണ്. പറഞ്ഞ് മക്കാമൊക്കെ പോയി സിയാറത്താക്കുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി. ആരെങ്കിലും അങ്ങനെ പൈസ ഉണ്ടാക്കുന്നതല്ല വിഷയം കേട്ടോ. ഞാൻ അതല്ല പറയുന്നത്. അങ്ങനെ ആരെങ്കിലും അങ്ങനെ നിങ്ങളെ കണ്ടുകൊണ്ട് ഓരോ മഹല്ലുകളിലും നടത്തുമ്പോൾ ആ മഹലിൽപ്പെട്ട ആളുകൾ ആരെങ്കിലും അത് എടുക്കുന്നുണ്ടോ പറഞ്ഞാലോ അത് നിങ്ങൾ തന്നെ പിടിച്ചാൽ മതി, അതുപോലെ വിഷയം. ഞാൻ ആകത്തുക നിയമങ്ങൾ പറയാം, മഹാന്മാരിൽ കൊടുക്കുന്നതും കൊടുക്കാതിരിക്കലുമല്ലേ. അപ്പോൾ മഹാന്മാർക്ക് പോയി നമ്മൾ സിയാറത്താക്കിയിട്ട് അവിടെ കൊടുക്കുന്ന പണം ബർക്കത്തിന് വേണ്ടി സൂക്ഷിക്കുന്ന സംവിധാനം അത് പൂർവിക മഹാന്മാർ സാലിഹ്യങ്ങളുടെ കാലത്ത് തന്നെ, സഹാബത്തിൻ്റെ കാലത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഏതെങ്കിലും ഒരു മക്കാമിൽ പോയി ഉണ്ടാക്കുന്ന പൈസയൊക്കെ കട്ടുവെക്കുന്നുണ്ട് ആളുകളുണ്ടെങ്കിലോ അതവർ പിടിച്ചോളണം, നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാക്കാൻ പാടില്ല. കക്കൽ ഒരിക്കലും എവിടെയും പാടില്ല. ഇസ്ലാം പറഞ്ഞിട്ടേ ഇല്ല. കക്കെന്ന് പറയാൻ നിയമം ഇസ്ലാം വ്യക്തമായി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് ഒരു വീഡിയോത്തിൽ പറയും. അപ്പോൾ അതിനെ സംബന്ധിച്ച് എന്തു പറഞ്ഞു നോക്കാം. മുസ്ലിമിൻ്റെ ഹദീസിൽ കാണുന്നു, ജാബിർ നിന്നാണ് ഇമാം മുസ്ലിം അല്ലാഹുവിനു റിവായത്തിന്റെ ഹദീസിൽ കാണുന്നു, അൻ ജാബിർ അബ്ദുല്ലാഹി ഖാല ഇസ്തറാ മിന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഈറൻ യൂഖിയതൈനി വദിർഹമിൻ ഔ ദിർഹമൈനി ഖാല വലമ്മാ ഖദിമ സിറാറൻ അമറ ബിബഖറതി ഫദുബിഹത് ഫഅകലു മിൻഹാ ഫലമ്മാ ഖദിമൽ മദീനത അമറനി അൻ ആതിയൽ മസ്ജിദ ഫഉസല്ലി റകഅതൈനി വസന ലി സമൽ ബഈരി ഫറജഅലി. എന്താണ്? 2 റുക്കിയോ അല്ലെങ്കിൽ 1 ദിർഹമോ അല്ലെങ്കിൽ 2 ദിർഹമോമായി കൊണ്ട് വില പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ഒരു ഒട്ടകത്തെ വാങ്ങി. ഒട്ടകത്തെ വാങ്ങാണ്, പൈസ കൊടുത്ത് വില കൊടുത്തിട്ട് ഒട്ടകത്തെ വാങ്ങുന്നു. അതാണ് ബഈറൻ ഔ ദിർഹം ഔ ദിർഹമൈനി കാല. എന്നിട്ട് കാല സിറാറൻ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിറാർ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ, അതാണ് കാല ഫലമ്മ ഖദിമ സിറാറൻ അമറ ബിബഖറത്തിൻ ഫദുബിഹത്ത്. എന്താണ് ഫദുബിയത്ത്? അമറ കൽപ്പിച്ചു ബിബഖറത്തിൻ, പശുവിനെ അറക്കാൻ വേണ്ടി റസൂലുള്ളാഹി കൽപ്പിക്കുകയാണ്, നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ പശുവിനെ അറക്കപ്പെടുകയും ചെയ്തു. അത് എല്ലാവരും ഭക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഫകലൂ മിൻഹാ, അങ്ങനെ വേണ്ടി പറഞ്ഞത് അതിൽ നിന്നാണ് എല്ലാവരും ഭക്ഷിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഭക്ഷിക്കാനില്ല, അതെടുത്ത് കറിയൊക്കെ വെച്ചിട്ടാണല്ലോ. പശുവിനെ അറുത്ത് അദ്ദേഹത്തിന് അതേ പച്ചയിറച്ചി തിന്നണമെന്നല്ല, അറുത്ത ആ മാംസത്തെ ഭക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നീട് അവർ വീട്ടിലൊക്കെ പോയി കറി ഉണ്ടാക്കി കഴിക്കണം എന്നാണ്. പിന്നെ അപ്പം തന്നെ ഇറച്ചി തിന്നണമെന്ന് വെച്ച് പോകണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഅകല മിൻഹാ ഫലമാ ഖദിമൽ മദീനത അമറനി, അങ്ങനെ മദീനയിലേക്ക്, അതാണ് ഫമലമ്മ ബലഗ, അങ്ങനെ അതിൽ നിന്ന് മദീനയിലെത്തിയപ്പോൾ
പള്ളിയിലേക്ക് വരാൻ വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുക. അതാണ് ഫലം വലക അമർ ആത്തിയിൽ മസ്ജിദ് ഫുസ്വല്ലി റക്അത്ത് 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു. 2 റക്അത്ത് നിസ്കരിക്കുവാനും എന്നോട് നിർദ്ദേശിക്കുകയും ചെയ്തു. റസൂലുള്ളാഹി പറയാണ്. എന്നിട്ട് അവിടുത്തെ ഒട്ടകത്തിൻ്റെ വില അതാണ് അവിടുന്ന് ഒട്ടകത്തിൻ്റെ വിലയും കുറച്ച് കൂടുതലുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് നൽകി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് പൈസയും ഒട്ടകത്തിൻ്റെ വിലയൊക്കെ അങ്ങോട്ട് നൽകുകയും ചെയ്തു. മഹാനായ അല്ലാഹുവിന് പറയാണ്ട്. അപ്പോൾ ഇത് പഴയ കാലത്ത് സഹാബത്തിൻ്റെ റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ പണം കൊടുക്കുന്നതും അവിടെ തിരിച്ച് വാങ്ങുന്നതും നമ്മൾ ബർക്കത്തെടുക്കുന്നതും അവിടെ കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങുന്നതുമെല്ലാം അന്ന് തന്നെയുണ്ട്. പക്ഷെ കക്കൽ ഇവിടെയും ഇല്ല. ഏത് മഖാമിലായാലും ഏത് ത്യാഗത്തിന് പോയിട്ട് അവിടെ പണ്ടാരതപ്പി വെച്ചാലും അവിടെ മഹാന്മാരുടെ ബർക്കത്തിന് വേണ്ടി നമ്മൾ ഇട്ടുകൊടുക്കുന്ന കാശൊക്കെ അവിടെ ഇട്ടുകൊടുക്കും. ആ കാശ് ആരും അറിയാണ്ട് ആരെങ്കിലും എടുത്തവന് കുറ്റക്കാരനാകും. ഞമ്മക്കൊരു വർഷം ഉണ്ടാവില്ല. ആർക്ക് ഞമ്മക്ക് നല്ല ഇട്ടവർക്കൊരു വർഷമില്ല. നമ്മളിപ്പോൾ ബർക്കത്തിന് വേണ്ടി 10 രൂപ 100 രൂപ വെച്ച് മഹാന്മാർക്ക് ബർക്കത്തിന് വേണ്ടി ഇട്ടുകൊടുക്കാൻ അള്ളാഹു തആല നമുക്ക് തരും, അതിൻ്റെ കൂലി തരും. പക്ഷെ നമുക്ക് അതിൻ്റെ നോട്ടൊന്നും നമുക്കില്ല. കക്കുന്നവർക്ക് അള്ളാഹു ശിക്ഷ കൊടുക്കും. അതുകൊണ്ട് മഹാന്മാരുടെ ബർക്കത്തും പണവും തബറക്കിന് വേണ്ടി അതെല്ലാം ചെയ്യൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. ഒരുപാടുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. സാലിഹീങ്ങളെ ആസാർ ബർക്കത്തെടുക്കൽ ഇതെല്ലാം പൂർവിക കാലത്ത് തന്നെ ഉണ്ട്. സഹാബത്തിൻ്റെ റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ സിയാറത്തൊക്കെ ചെയ്യുമ്പോൾ നല്ല ചിട്ടയിലൂടെ ആവണം. ഇൻഷാ അല്ലാഹ് മഖാം സിയാറത്തിനെ പറ്റി ഞാൻ പിന്നീട് പറയും. സിയാറത്തിന് പോകുന്ന സ്ത്രീകൾ പോകുന്നത് എങ്ങനെയാണ്, അതിൻ്റെ കോലവും അതൊക്കെ നമ്മൾ പഠിക്കണം. ഇന്നത്തെ ഉറൂസിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രയാസം നമുക്കത് താങ്ങാനേ കഴിയുന്നില്ല. കാലഘട്ടം അങ്ങനെ ആയിപ്പോയി. അല്ലാഹു നമ്മളെല്ലാവരും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. സിയാറത്ത് സ്ത്രീകളോട് ജാഗ്രതയോടെ പോകണം. നല്ല മുഹറമായ നിലക്ക് തന്നെ പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല യൂട്യൂബിലൂടെ കാണുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. ഒരൊറ്റ ഇൽമ് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ, എല്ലാവർക്കും കേൾക്കുന്നു നിങ്ങൾക്ക് നമുക്കൊക്കെ രക്ഷപ്പെടാൻ അത് മതിയാകും. അല്ലാഹു ആ നിലക്ക് ആക്കി തരുമാറാവട്ടെ. നല്ല വജീന് വേണ്ടി മാത്രമാവണം നമ്മുടെ പറയലും പഠിപ്പിക്കലും അതുപോലെ മനസ്സിലാക്കി തരേണ്ടതുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വേറെ ഒരു ഒറ്റ ലക്ഷ്യമൊക്കെ ഉണ്ടാകുന്നില്ല. ഞാൻ ഇതിലൂടെ പറയുന്നത് വേറെ വലിയ ലക്ഷ്യങ്ങളുണ്ടാക്കാനില്ല. ഇൽമ എനിക്ക് നിങ്ങളിലേക്ക് എത്തിച്ചു തരണം വല്ലാത്ത ആഗ്രഹം എനിക്ക് ഒരുപാട് വർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സമ്മതം കിട്ടിയത് ഇപ്പോൾ അടുത്ത് തന്നെയാണ്. സയ്യിദ് അവരുടെ സമ്മതം കൊണ്ടാണ്. അതുകൊണ്ട് ആ സമ്മതപ്രകാരമാണ് ഇപ്പോൾ ഇതിലൂടെ വരുന്നതും നിങ്ങൾക്ക് ഇൽമ പറഞ്ഞു തരുന്നു. അല്ലാഹു തആല കബൂലാക്കട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പഠിച്ച് ഇൽമ സമുദായത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു മക്കളുടെ കയ്യും ആഫിയത്ത് അല്ലാഹു തരുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.